ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് കുറച്ച് ഉണക്ക കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉണക്ക കപ്പ വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് കിളിമീൻ, അതായത് കിളിമീൻ എന്ന് നമ്മൾ പറയും, ഈ മീൻ കറിയും കൂടെ മുളകിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഉണക്ക കപ്പ ആദ്യം നമുക്ക് ചെറിയ പീസാക്കിയതിന് ശേഷം നല്ലപോലെ കഴുകി നല്ല വേഗ് കാണും, എന്നിട്ട് കുക്കറിൽ വയ്ക്കാം. കുക്കറിൽ 2 തിള തിളയ്ക്കുമ്പോൾ നമുക്ക് ഊറ്റിയതിന് ശേഷം വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ടിട്ട് 2-3 ഫിസിലേക്ക് ആയിട്ടിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ കറക്റ്റാണ് വെന്ത് കിട്ടുമെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ ഉണങ്ങിയ കപ്പ നല്ലപോലെ കഴുകി കുക്കറിൽ വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് 2 തിള വരുമ്പോൾ ഊറ്റാം. ഊറ്റുമ്പോൾ ഏകദേശം വേഗം അറിയാൻ പറ്റും. ഊറ്റിയതിന് ശേഷം നമുക്ക് കുക്കറിൽ തന്നെ ഇത് വെയിറ്റും കൂടെ വെച്ച് 2-3 ഫിസിലൊക്കെ ഇട്ടിട്ട് എടുക്കാം. അപ്പം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്, നമുക്കൊന്ന് ഊറ്റാം. അപ്പോൾ ഒരു വെള്ളം ഞാൻ ഊറ്റിയിട്ട് രണ്ടാമതൊരു വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. 2 വെള്ളം ഒന്ന് ഊറ്റാം. അപ്പോൾ എങ്ങനെയുള്ള കപ്പയും നമുക്ക് അറിയില്ലല്ലോ. അപ്പം ചിലപ്പോൾ ഈ 2 വെള്ളമൊക്കെ ഊറ്റിയാലേ വേഗത്തുള്ളൂ, എൻ്റെ മട്ടൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 വെള്ളം ഊറ്റുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ തിളക്കട്ടെ. ഇനി നമുക്കത് പതുക്കെ ഊറ്റിയെടുക്കാതെ. ഇത് നല്ലോണം വേഗുന്ന കപ്പ തന്നെയാണ്. വേഗം അതിന് വേണ്ടു. ഇനി നമുക്ക് വെയിറ്റ് ഇടണമെന്നില്ല കേട്ടോ, വെയിറ്റ് ഇടണ്ട, വെന്തു. ഇനി കുറച്ച് അരപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉടച്ചെടുത്താൽ മതി. വേകുന്ന കപ്പയാണ്, അതുകൊണ്ട് വെയിറ്റൊന്നും ഇടണ്ട. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെന്ത് പോകും. അപ്പോൾ നമുക്കിനി അരപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചാൽ മതി, ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഉണക്ക കപ്പയ്ക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാൻ കുറച്ച് പച്ചത്തേങ്ങ മതി, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് കൂടെ ചേർക്കണേ. കുറച്ച് കുരുമുളക്, 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, ഇതൊക്കെ കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുത്താൽ മതി. അപ്പോൾ കുരുമുളക് ഇടുമ്പോൾ ഒരു ടേസ്റ്റ്, ഉണക്ക കപ്പയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് കൂടെ ഇടുന്നത്. അപ്പോൾ ഞാൻ അരപ്പ് അരച്ചിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പില പിച്ചിയാണ് ഇട്ടത്, അരയ്ക്കണ്ട. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ചെറിയ ചൂടാക്കണം. കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാവേ. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി ചെറിയ ചൂടിൽ അരപ്പൊക്കെ ഒന്ന് വെന്ത് നല്ലപോലെ വന്നിട്ടുണ്ട്. വേഗം കപ്പയാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു നാട്ടിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. മീൻ കറിയും കൂടെ നമുക്ക് വയ്ക്കാവേ. കിളിമീൻ നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കറി വെച്ച് എടുക്കാം. മുളക് തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കിളിമീൻ മുളകിട്ടത് അങ്ങനെ റെഡിയായി തിളച്ച് വരികയാണ്. അപ്പോൾ ഉണക്കക്കപ്പ, കിളിമീൻ മുളകിട്ടത് ഇന്നത്തെ സ്പെഷ്യലാണ്. ഈ ഉണക്കക്കപ്പയ്ക്ക് വാട്ടുകപ്പ എന്നും പറയാറുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഉണക്കക്കപ്പ എന്നാണ് ഞാൻ കൂടുതലും കേട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മീൻ റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ ഉണക്കക്കപ്പ ആൻഡ് നമ്മുടെ മുളകിട്ട മീൻ കറിയാണ്, കിളിമീൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ ഉണക്കക്കപ്പ ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പൊടി നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും എല്ലാ പേർക്കും ബൈ ബൈ.